CPI സമ്മേളനങ്ങളിൽ മത്സരത്തിന് വിലക്ക്. ഔദ്യോഗിക പാനലിനെതിരെ മത്സരമുണ്ടെങ്കിൽ സമ്മേളനം സസ്പെൻഡ് ചെയ്യും. സംസ്ഥാന നേതൃത്വത്തിനെതിരായ അതൃപ്തി സമ്മേളനങ്ങളിൽ പ്രതിഫലിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി സൂര്യഗായത്രിയാണ് ചേരുന്നത്. സൂര്യ, മധുരയിലെ പാർട്ടി കോൺഗ്രസിന്റെ ആ ഒരു പശ്ചാത്തലം, അത്തരത്തിലൊരു പേടി CPIക്കും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാളിദാസ്, CPI സംസ്ഥാന നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, പ്രതിഷേധങ്ങൾ CPIക്ക് അകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ അടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അത് CPIയുടെ നിലപാടിന് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നു സെക്രട്ടറി എന്നത് ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായ അസാധാരണമായ ഒരു നീക്കം CPIയിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. CPIയെ സംബന്ധിച്ചിടത്തോളം സമ്മേളന കാലമാണ്. ലോക്കൽ സമ്മേളനങ്ങളാണ് നിലവിൽ നടക്കുന്നത്. അതിൽ ഓഗസ്റ്റിൽ ജില്ലാ സമ്മേളനങ്ങളും സെപ്റ്റംബറിൽ സംസ്ഥാന സമ്മേളനവും നടത്താനുള്ള തീരുമാനമാണ് CPI ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ സമ്മേളനങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ വേണ്ട എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വം അതൊരു സർക്കുലർ ആയിട്ട് തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പുകൾക്ക് ആരെങ്കിലും മുന്നോട്ട് വരികയോ തെരഞ്ഞെടുപ്പുകൾ നടക്കുകയോ ചെയ്താൽ ആ സമ്മേളനം തന്നെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ സമ്മേളന കാലത്തിലൊക്കെ തന്നെ ഔദ്യോഗിക വിഭാഗം നേരിട്ട് ഇടപെട്ട് തെരഞ്ഞെടുപ്പുകൾ നടത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വിമത നീക്കം തടയുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അത്തരത്തിലൊരു നീക്കമുണ്ടാകുമോ, ഔദ്യോഗിക വിഭാഗത്തിനെതിരെ അത്തരത്തിൽ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുമോ എന്നുള്ള ഭയം CPIയുടെ സംസ്ഥാന നേതൃത്വത്തിന് ഉടലെടുത്തിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ എടുത്തിട്ടുള്ള തീരുമാനമാണ് ഇത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഔദ്യോഗിക പാലനെതിരെ അത്തരത്തിൽ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകാൻ പാടില്ല. ആരും തെരഞ്ഞെടുപ്പിനായിട്ട് തയ്യാറെടുത്ത് വരികയോ അത്തരത്തിൽ ഏതെങ്കിലും സമ്മേളനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ആ സമ്മേളനം തന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് ആ സമ്മേളനം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു അപ്രതീക്ഷിതമായ നീക്കം തന്നെയാണ് CPI സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ജില്ലാ നേതൃയോഗങ്ങളിൽ പങ്കെടുക്കുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഇക്കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കും. അത്തരത്തിൽ എന്തെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ സൂചനകളോ സാധ്യതകളോ സമ്മേളനത്തിൽ കാണുകയാണെങ്കിൽ അത് സംസ്ഥാന നേതൃത്വത്തിന് അറിയിക്കുകയും അത്തരത്തിലുള്ള നടപടികളിലേക്ക്, അതായത് സമ്മേളനം സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള കർശനമായ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നേതൃത്വത്തിന് എതിരെ നിൽക്കുന്ന, നേതൃത്വത്തിന് എതിരെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് CPI ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. അത് CPIയുടെ ഈ കഴിഞ്ഞ പല സംഭവ വികാസങ്ങളിലും എടുത്തിട്ടുള്ള നടപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും സമ്മേളന കാലത്തിലേക്ക് CPI കടന്നിട്ടേ ഉള്ളൂ. ലോക്കൽ സമ്മേളനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ആ സമ്മേളന കാലം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ കർശനമായിട്ടുള്ള നീക്കങ്ങൾ കൂടി, നടപടികൾ കൂടി CPIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തെരഞ്ഞെടുപ്പുകൾക്ക് തന്നെ സമ്മേളന കാലത്തിൽ CPI ഒരു വിലങ്ങിടുന്നു. തെരഞ്ഞെടുപ്പുകൾ സമ്മേളനത്തിൽ നടക്കാൻ പാടില്ല. ഔദ്യോഗിക പാലനെതിരെ ഒരു തരത്തിലും മറ്റൊരു വിഭാഗം ഉണ്ടാകാൻ പാടില്ല. വിമത നീക്കം പൂർണ്ണമായിട്ടും തടഞ്ഞുകൊണ്ടുള്ള ഒരു നടപടി ആണ് CPIയുടെ ഭാഗത്ത് നിന്നിപ്പോൾ, സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാളിദാസ്. ശരി, സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്.